ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മീൻ കൂട് വെച്ചിട്ടുണ്ട്. ഒന്ന് പോയി പൊക്കാം. മീൻ എന്തുമാത്രം ഉണ്ട് എന്നൊന്നും നമുക്കറിയാൻ മേല. നമ്മൾ നേരെ പോയി പൊക്കി നോക്കാം. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം ഇവിടെ കൂട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നോക്കാം, മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ പരല് കെട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നതിന് വേണ്ടി ഒരു കൊടുവും ഒരു കലവും നമ്മൾ വല കെട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ട്. പരലാണ് നമ്മളിവിടെ കൂട് വെക്കുന്നതിൻ്റെ ഉദ്ദേശം. പരല് പിടിക്കുക എന്നുള്ളതാണ്. നോക്കാം നമുക്ക് പരല് എന്തുമാത്രം ഉണ്ട്, പരലുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റില്ല. അതിന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒത്തിരി കൂട് വെച്ചിട്ടില്ല, 2 കൂടേ ഉള്ളൂ. നമ്മളിത് ഇവിടെ ഒരു കൂട് വെച്ചിരിക്കുന്നത് നോക്കാം. ആരകൻ കണ്ണിനിടയ്ക്കൂടെ കയറിയിട്ടുണ്ട്. കുറച്ച് പരല്, പള്ളത്തിയും പരലും ഉണ്ട്. കുറച്ച് പരലാണ് ഉള്ളത്. നമുക്കിത് പാത്രത്തിൽ ഇടാം. ആ കൂടി ഒന്ന് പൊക്കിയിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത കൂടൊന്ന് പൊക്കാം. ഇതൊരു തുളയാണ് കണ്ടോ. ഈ കൂടിനകത്ത് എന്ത് മീനുണ്ടെന്ന് നമുക്ക് നോക്കാം. വലഞ്ഞിലുണ്ട്, കൊഞ്ചുണ്ട്. ഈടോ സൂപ്പർ വലഞ്ഞില്ല. ഇത് നമുക്ക് വള്ളത്തിൽ കുറഞ്ഞെടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. ഇതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ വലഞ്ഞലിനെയൊക്കെ നമ്മൾ പരലെടുക്കാൻ വന്ന കലത്തിനകത്ത് ഇട്ട് കെട്ടി വെക്കാം. അല്ലെ ഇത് നമ്മൾ വള്ളത്തിലോട്ട് ഇട്ടാൽ വള്ളത്തിൽ നിന്ന് ചാടിപ്പോവും. കൂടുമായിട്ട് പോയാൽ രണ്ടാമത് നമ്മൾ കൂട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പം അത് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. സൂപ്പർ വലഞ്ഞില്ല. ഉണ്ടോ കുഞ്ഞിൻ്റെ ഇവിടെ പിടിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ വേറെ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാല് ഇങ്ങനെ വന്ന് നമുക്കിട്ട് അടിക്കും. ഇത് അടിക്കുന്നത് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഈ വാലിൻ്റെ തുമ്പത്ത് സൂചി പോലുള്ള ഈ സാധനം നമ്മുടെ കയ്യെ വന്ന് കൊള്ളും. അങ്ങനെ കൊണ്ട പഴുക്കുകയും ചെയ്യും. കൊഞ്ച് ഉണ്ടോ. വലഞ്ഞിന് നമ്മൾ ഈ കലത്തിനകത്തോട്ട് ഇടാൻ വന്നതാണ്. അത് കൂട്ടിയത് കലത്തിൽ വീണില്ല. അത് നമ്മൾ ഇത്രയും വിസ്തീർണമുള്ള സ്ഥലത്തിട്ടതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഇതിനെ ഈ കലത്തിലിടാനുള്ള ഒരു പരിപാടി നോക്കാം.
കരത്തിലിട്ട് നീ ഇങ്ങനെ കെട്ടി വെച്ചാ ഇത് ചാടിപ്പോകത്തില്ല. അങ്ങനെ കെട്ടി ഈ കൂട് നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ വെക്കുക. കാരണം നമ്മൾ സ്ഥലം മാറിയാണ് വെക്കുന്നത്. നമ്മൾ അവിടുന്ന് ആ കൂടെടുത്ത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ആരോല ഇങ്ങനെ ഈ കൂട് നമ്മളിവിടെ അവിടെ നിന്ന് എടുത്ത് നമ്മളിവിടെ വെച്ചു. ഈ ഓല ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് പരലിനെ എടുക്കാം. പരലിനെ നമ്മൾ എടുക്കുന്ന വെള്ളത്തിലോട്ട് കുടഞ്ഞിട്ടിട്ട് പരല് മാത്രം തിരിഞ്ഞ് കുടത്തിലെടുക്കുക. വളർത്തി പരലെ നാരകന് നമുക്ക് പരല് കുറവായിരുന്നു കിട്ടിയത്. നല്ല സൂപ്പർ വളർത്തി, മുഴുത്ത വളർത്തിയ ചെമ്മീൻ. ചെറിയ ചെമ്മീൻ ഉണ്ട്, വലുതായി വരും, വലുതായി വരട്ടെ. ചെറിയ കല്ലണാമുട്ടി കുഞ്ഞുങ്ങളാ. ഒക്കെ വലുതായി വരട്ടെ. കല്ലണാമുട്ടിയൊക്കെ വലുതായി വരുന്നതല്ലേ. നമ്മൾ കാണുന്ന ചെറിയ മീനുകളൊക്കെ ഒന്നും നമ്മൾ എടുക്കുകയില്ല. അതിനെല്ലാം ജീവനോടെ തന്നെ നമ്മൾ വിടും. ഇപ്പോൾ പള്ളത്തിൽ നമുക്ക് ബക്കറ്റിലോട്ട് ഇടാം. ഈ കൂട് നമുക്കിതുപോലെ തന്നെ ഇവിടെ എടുത്ത് വെക്കാം. ഇതിനകത്ത് ഉടക്കിയിരിക്കുന്ന ചെറിയ മീനെ നമുക്ക് എടുക്കാം. അതായത് പിന്നെ ദോഷമെന്ന് പറഞ്ഞാൽ നീർക്കോലിയൊക്കെ വന്ന് കയറും. നമ്മളിനി അടുത്ത കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. പരലെടുക്കാൻ വന്ന പാത്രമാണ്, അതിനകത്ത് വലഞ്ഞിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പരല് കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് ഈ കുടത്തിലുണ്ട്. അത്രയും വള്ളത്തി ഒരു കൊഞ്ച്, ഒരു തൂളി. നമ്മൾ ഈ പറമ്പിലാണ് കൂട് വെച്ചിരിക്കുന്നത്. പറമ്പിൽ വെള്ളം കയറി കിടക്കുകയാണ്, അപ്പോൾ അവിടെയാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. നോക്കാം അതിനകത്ത് മീനെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. വെള്ളം അങ്ങോട്ട് കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളത് ഇതുവഴിയാണ് ഇങ്ങോട്ട് കയറുന്നത്. അല്പം ബുദ്ധിമുട്ടാണ്, ഞാൻ കരക്കിറങ്ങി. എൻ്റെ ഫാറൂഖിൻ്റെ വിഷയമുള്ളായിരുന്നു. നമ്മളത് ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളമില്ല, അപ്പോൾ ഇതിനകത്ത് എന്ത് മീനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. മീനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൂട് എടുക്കും. എലി വെട്ടുമെന്ന് സംശയമുണ്ട്. ഇല്ല, എലിയൊന്നും വെട്ടിയിട്ടില്ല, അനക്കമൊന്നുമില്ല. ഒരു കാരി, ഒരു ആരകനും, ഒരു കാരി കുഞ്ഞാണ് ഉള്ളത്. നമുക്ക് അടുത്ത കൂട് പോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കൂട് വെക്കണോ വെക്കേണ്ടെന്ന് അടുത്ത കൂട് പൊക്കി നോക്കുമ്പോൾ അറിയാം.
വെള്ളം ഇനി കയറാൻ പാടാ. നമുക്കിത് ഈ കൂട് നോക്കി നോക്കാം. അതിനകത്തൊരു വരാല്, 2 ആരകൻ. ഇതും ഇവിടെ കിടക്കട്ടെ. നമ്മൾ ഇനിയിപ്പം ഇവിടെ കൂട് വെക്കുന്നില്ല. ഇനിയിപ്പം വള്ളം അങ്ങോട്ട് പോകത്തില്ല. അപ്പം നമുക്ക് കൂട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം. ഇതിനകത്ത് അനക്കമൊന്നും കാണുന്നില്ല. നോക്കാം. അതിനകത്ത് ഒന്നുമില്ല, ചെറിയ മീനാണുള്ളത്. ഇത് ഇവിടെ കിടക്കട്ടെ. ഇനി വരുമ്പോൾ അപ്പുറത്തൊന്ന് കൂടെടുത്ത് വരുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോവാം. ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കൂട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഇപ്പോഴത്തെ കണ്ടീഷനാണ്. ഇതിനകത്ത് ഒരു വരാലെ, ഒരു കാരി. ഒരു കൂടെ ഉണ്ട്, അതെടുക്കാം. എവിടെ വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് സൂപ്പർ ഒരു വരാല, 2 വരാലും ഒരു കാരി ഉണ്ടോ? 2 വരാലും 2 കാരി, സൂപ്പർ വരാലാണ്. അപ്പം ഈ കൂട് നമുക്ക് തിരക്കേടില്ല. ഏതായാലും നമ്മൾ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക. ഇനി നമ്മളിവിടെ കൂട് വെച്ചാൽ ശരിയാകത്തില്ല. കൂടിൻ്റെ 3/4 ഭാഗവും വെള്ളത്തിൻ്റെ മേളിൽ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ കൂട് വെക്കുന്നില്ല, കൂട് എടുക്കുക. ഈ കൂടിനി ഇവിടെ വെക്കാത്തത് കൊണ്ട് നമുക്ക് കൊണ്ടുപോവാം. എല്ലാ കൂടും നമുക്ക് എടുത്ത് വെക്കാം. പരല് സെറ്റായിട്ട് കൂടി ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഈ പറമ്പ് വെച്ചിരുന്ന കൂടുമൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക. അടുത്ത കൂടിരിക്കുന്ന പൊക്കാവെന്ന് നോക്കാം. മഴയാറുന്നുണ്ട്, ഇവിടെ പെയ്യൊന്നും തോന്നുന്നില്ല, നല്ല കാലാവസ്ഥയാണ്. നമുക്ക് അടുത്ത കൂടിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാം. ഇത് പൊക്കാനൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാട്ടിനകത്താണ് ഇരിക്കുന്നത്. നോക്കാം. ഇവിടെ ഇറങ്ങി, ഇവിടെയും കൽക്കട്ടെല്ലാം ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. വെള്ളം ആവശ്യത്തിന് വെള്ളമാണ്. നോക്കാം. ഇനി നമ്മൾ ഈ കൂടെ ഇവിടെ നിന്ന് എടുക്കുക. കാര്യം വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ വെച്ചാൽ കൂട് വെള്ളത്തിന് മേളിൽ പൊങ്ങി വരും. ഇപ്പം തന്നെ വെള്ളത്തിന് മേളിലാണ് ഇരിക്കുന്നത്. ഇല്ലാത്ത ഇതിനകത്ത് ആരകനാണ് ഉള്ളത്. ഇത് നമുക്ക് കൊണ്ടുപോയേക്കാം. ഈ മരത്തിനടിയിലൊക്കെയാണ് ഈ കൂടി വെച്ചിരിക്കുന്നത്.
ഈ ഒരു കൂട് നമുക്ക് വെള്ളത്തെ ഇരുന്ന് എടുക്കാവുന്ന പരുവത്തിലായിരിക്കുന്നത്. ഓക്കെ, നീർക്കോലിയ. ഇതിനകത്തൊരു നീർക്കോലിയുണ്ട്. നീർക്കോലിയല്ല, കട്ടപ്പളാന. ഉണ്ടോ, ഒരു കാര്യമുണ്ട്. ഒരു കട്ടപ്പളാനല്ല, 2 കട്ടപ്പളാന ഉണ്ടോ, ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. കൂടെ എല്ലാം പൊക്കി കഴിഞ്ഞ് നമ്മൾ കൂടെ എല്ലാം എടുത്ത് ഇനി നേരെ വീട്ടിൽ പോവുക. എന്നിട്ട് ഈ കൂടിനകത്തെ മീൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എടുക്കാം. നമ്മൾ വീട്ടിൽ കടവിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ കൂട് എടുത്ത് ഇതിനകത്തെ മീൻ എടുക്കാം. നമ്മൾ ഈ കൂടിനകത്ത് നമുക്ക് ചെറിയ മീനാണ് ഉള്ളത്. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. ഇത് ചില്ലാനിവിടെ ഇങ്ങനെ ഉടക്കി കിടക്കുന്നു. ഇതിനകത്ത് നമുക്ക് കുറച്ച് ആരകനാണ്. ആരകനും ചെറിയ മീനുമാണ്. ഇതിവിടെ നമുക്ക് കൊടുങ്ങില്ല. ബക്കറ്റിനകത്തിട്ടാൻ ചെറിയ മീൻ താഴെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പാടാണ്. നമ്മളിതിനെ ഈ കിട്ടുന്ന ചെറിയ മീനുകളിൽ നിന്ന് നമ്മൾ എടുക്കുകയില്ല. അപ്പോൾ തന്നെ ജീവനോടെ നമുക്ക് ഇതിനകത്ത് നാട്ടിലേക്ക് തന്നെ കളയുക. ഒരു വരാലും 2 ചെറിയ ആരകനുമാണ്. ഉണ്ടോ, ഈ കൂടിനകത്ത് നമുക്ക് ഒരു വരാലാണ്. നമ്മളെ പറമ്പ് വെച്ചിരുന്നതാണ്. വെള്ളം വന്നപ്പം ആദ്യമായിട്ട് എടുത്ത് വെച്ചതാ. കാരി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വെച്ചത്. ഒരു ചെറിയ കാര്യമുണ്ട്. ആണ് 2 സൂപ്പർ വരാലുള്ളത്. കാരി സൂപ്പർ വരാല. അപ്പോൾ നമ്മൾ പറമ്പിൽ കൂട് വെച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാര്യം അതിനകത്ത് നല്ല വരാല് കിട്ടിയല്ലോ. അടുത്ത നമ്മൾ ഈ കൂടൂടെ നോക്കാം. ഈ കൂടിനകത്ത് കാരി ആരകനുമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന കട്ടപ്പളം 2 ജീവനുണ്ട്. ഇതിനെ നമുക്ക് തുറന്നു വിടണം. അപ്പോൾ നമ്മുടെ ഈ കടവിൻ്റെ ഇവിടെങ്ങും വിടുന്നില്ല. ഇങ്ങനെ പടിഞ്ഞാട്ട് മാറ്റിയാണ് ഇതിനെ വിടുന്നത്. ഒരാരേനേ ഉള്ളു. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് ഈ ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. അത് പോയാലും വേണ്ടിയില്ല, നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് തുറന്നു വിടുക. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പയ്യെ വെള്ളത്തിലോട്ട് വെക്കുക. വാവലെല്ലാം ഇതിൻ്റെ ചൂടെല്ലാം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇറങ്ങിപ്പോവും. ഒന്ന് പോയി, അടുത്തത് ഇങ്ങനെ വരുന്നുണ്ട്. അടുത്തതും പോയി, 2ഉം പോയി. ഇന്ന് നമ്മൾ കൂട് പൊക്കാൻ പോയപ്പം കിട്ടിയൊരു സൂപ്പർ ഐറ്റമാണ്. ഇത് കാണിച്ചു തരാം. ഇവനാണ് താരം. ഇന്നത്തെ താരം ഇവനാണ്. ഉണ്ടോ,
ഇന്നത്തെ താരമാണ് ഇവൻ. കൊഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരാലൊക്കെ ചാകാതെ ഒരു ട്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ട്രമ്മിനകത്ത് കുറച്ച് കാര്യമുണ്ട്. ഈ ട്രമ്മിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് ഏറെ സമയമായി, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത്രയും ചെറിയ ചെമ്പല്ലി കുഞ്ഞുങ്ങളുണ്ട്, ഉണ്ടോ? ഒരു കാരിക്കുഞ്ഞുണ്ട്. പിന്നെ നമുക്ക് നേരെ ഒരു ആരേനുമുണ്ട്. ഇതിനകത്തേക്ക് ഇല്ല. ഓരോന്നോരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ പൊക്കോ, പോയി വലുതായി വരുമ്പോൾ ഇനി ഞങ്ങൾ പിടിച്ചോളാം. ഞങ്ങളല്ലേ, ഞങ്ങളെപ്പോലുള്ളവരാരെങ്കിലും പിടിച്ചോളും. പൊക്കോ.